ഇവിടെ വന്നു 2 ദിവസമായി. ഇന്നലെ വന്നു, ഇന്ന് ഈ നാളെ ഇൻഷാ അല്ലാഹ് കുറച്ച് സിയാറത്തും കൂടി ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നേരെ കർബല ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അടുത്തും നജഫിൽ അലി റളിയല്ലാഹുവിൻ്റെ അടുത്തും പോയിട്ട് അവിടുന്ന് ബസ്ര പോയിട്ട് ഏകദേശം 20 ദിവസം അല്ലെങ്കിൽ ഒരു 18-20 ദിവസം പിടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് കുവൈത്തിലേക്ക് പ്രവേശിക്കുന്നത്, ബസ്രയിൽ നിന്ന് കുറച്ച്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ ഷിഹാബ് ചുറ്റൂർ നാട്ടിൽ നിന്ന് പുറപ്പെട്ട അവസരം തന്നെ സുന്നതയാമായതിൻ്റെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും അദ്ദേഹത്തോടു കൂടെ അനുഗമിക്കുന്ന എല്ലാവർക്കും ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ചുമത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഇദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യം പരിപൂർണമായിട്ട് തരട്ടെ. ഔസലാലിമിൻ്റെ അരികിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കണ്ടതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിലും തുടർന്നുള്ള യാത്രയിലും അവസാനത്തെ യാത്രയിലും ഹബീബ് മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഈ നടത്തത്തിലൊക്കെ പൊന്നുമോൻ്റെ ആ ഓരോ കാലടിക്കും അല്ലാഹു തആല പ്രതിഫലം തരട്ടെ. അസ്സലാമു അലൈക്കും. നാളെ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ കമ്മിറ്റിൻ്റെ ഒരു ചെറിയൊരു താമസം കാര്യങ്ങളൊക്കെ ശരിയാക്കി ഒന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ അൽ ഗൗസുൽ അഅ്ലം ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകളുടെ ഹദറത്തിലേക്ക് ഇവിടെ ബഗ്ദാദിൽ ഞങ്ങൾ എത്തിയപ്പോൾ മഖബറയിൽ സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ട ഷിഹാബ് ചോറ്റൂർ നടന്ന് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്ന ഷിഹാബ് ചോറ്റൂർ ഇവിടെ എത്തുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വിഷമങ്ങളൊന്നും കൂടാതെ എത്താനുള്ള എല്ലാവിധ സൗകര്യവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലാഹു നൽകട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു വളരെ ഇഖ്ലാസോടുകൂടി പരിപൂർണമായ രൂപത്തിൽ അല്ലാഹു കബൂലാക്കുന്ന രൂപത്തിൽ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ നാട്ടിലെത്താനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രിയപ്പെട്ട ഷിഹാബിന് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും. അതൊന്നും പറയാൻ. അസ്സലാമു അലൈക്കും. محمد وآل محمد سيد الرجال المفضل يا بحر الكمال يا محمد. اللهم صل على سيدنا محمد الوصف والوحي والرسالة والحكمة وعلى آله وصحبه وسلم تسليما. اللهم صل على سيدنا محمد الدر الأنور والياقوت الأبهر نور الله الأزهر وسر الله.
अभी फुल मेंटेनेंस चल रहा है. ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാനിവിടെ ബഗ്ദാദിൽ ഇതാ ഗൗസുൽ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അൽഹംദുലില്ലാ. അനുഭായ് എൻ്റെ കൂടെ ഗുജറാത്തിലെ. അൽഹംദുലില്ലാ. സാബിർ ഭായ് मेरा भाई. अल्हम्दुलिल्लाह. इंशाअल्लाह दुआ में याद रखना. हुजूर गौसे आज़म के दरबार में अंदर से दिखा रहे हैं हमारे भाई. ईरान से वाघा बॉर्डर से पाकिस्तान में एंटर हो गया. बाद में ईरान में आया. ईरान में 1 महीना हो गया. ये बस भैया दुआ उर्दू जानते हैं हाँ हम पाकिस्तानी है. पाकिस्तान. इसको बताओ गोश्त की गाड़ी का बताओ. ये काम कर रहे हैं गोश्त पाक पे जानी. ऊंची जुबान में बोलो, जरा ऊंचा बोलो थोड़ा सा भाई. कितना एज क्या चाचा की माशाल्लाह कितनी एज है? साल होगी माशाल्लाह. कितना साल हो गया इधर बगदाद में? इधर तो अभी आए 80 साल हो गया. 40 साल 80 साल बोलेगा. 40 साल पहले इधर जाली का काम जालियाँ जो है ना रोजे की बदल रहे हैं. चाचा इधर देखो. ये वहाँ के चाचा मिस्त्री इधर हैं. देखो. इधर देखो ना. अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू. सिहाब भाई आज हमारे पास हैं. ये हमारे पाकिस्तानी भाई हैं सब. हजूर पीछे हजूर गौसे आज़म का मज़ार शरीफ है और सिहाब भाई आइसक्रीम खा रहे हैं माशाल्लाह. और देखें जी जिवाएँ हो रही है. अल्लाह ताला इनको अपने हिफ्ज़-ए-मान में रखे. दिखाओ थोड़ा ऊपर. ये पीछे हजूर गौसे आज़म का जो मज़ार शरीफ है जी.